റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. അറ്റകുറ്റപ്പണിക്കായി മാറ്റിയ ദ്വാരപാലക ശില്പത്തിൽ 4.5 കിലോ കുറഞ്ഞത് സ്വർണ്ണമല്ല എന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തി. 4.5 കിലോയിൽ ഭൂരിഭാഗവും കുറഞ്ഞിരിക്കുന്നത് ചെമ്പിലാണെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ചെമ്പ് കുറഞ്ഞതിന്റെ ആനുപാതികമായി ചെറിയ അളവിൽ മാത്രമേ സ്വർണം കുറഞ്ഞിട്ടുള്ളൂ എന്നാണ് കണ്ടെത്തൽ. മാലിന്യം കളയുമ്പോൾ തൂക്കത്തിൽ കുറവ് വന്നതാകാമെന്നാണ് നിഗമനം. ഈ വിവരം റഹീസ് റഷീദ് തന്നെ നൽകും. റഹീസ്, ഇപ്പോൾ സ്വർണം പോയിട്ടില്ല, പോയത് ചെമ്പാണ് എന്നാണോ ഇപ്പോൾ പറയുന്നത്? ഇത് തന്നെയാണ് അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പറഞ്ഞിരുന്നത്. സ്മൃതി, അക്കാര്യത്തിലും തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിലാണ് കാണാതായതിനെ കുറിച്ച് വ്യക്തത വരുത്തുന്നത്. 4.5 കിലോ കാണാതായി, സ്വർണം കാണാതായി എന്നതായിരുന്നു ഇതുവരെ രാഷ്ട്രീയ ആരോപണമായും മറ്റും ഉയർന്നിരുന്നത്. കാരണം ചെന്നൈയിലേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുമ്പോൾ ദ്വാരപാലക ശില്പത്തിൽ 4.5 കിലോ കുറഞ്ഞു. അത് സ്വർണമല്ല എന്ന ഒരു നിർണായക കണ്ടെത്തൽ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ വിജിലൻസ് എത്തിയിരിക്കുന്നു. ആ 4.5 കിലോയിൽ ഭൂരിഭാഗവും ചെമ്പാണ് കുറഞ്ഞത് എന്നാണ് അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. ആ ചെമ്പിന് ആനുപാതികമായി സ്വർണം കുറഞ്ഞിട്ടുണ്ടാകാം. കാരണം ചെമ്പിന്റെ പുറത്താണ് ആ സ്വർണം പൂശുന്നത്. അപ്പോൾ ചെമ്പ് കുറഞ്ഞപ്പോൾ ആ ഭാഗത്തുണ്ടായിരുന്ന സ്വർണം മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. അത് വളരെ കുറവാണ്, അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്ന നിഗമനത്തിലാണ് ദേവസ്വം വിജിലൻസ് എത്തിയിരിക്കുന്നത്. കാരണം ഇത് പുതുക്കുമ്പോൾ സ്വർണം പൂശുന്ന സമയത്ത് അതിനകത്തുള്ള മാലിന്യങ്ങളും മറ്റും നീക്കം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സംഭവിക്കാം എന്നതാണ് വിജിലൻസിന്റെ നിഗമനം. അതായത് 4.5 കിലോ സ്വർണം പോയി എന്നത് വിജിലൻസിന്റെ അന്വേഷണത്തിൽ സ്വർണമല്ലാതെ ചെമ്പാണ് എന്ന കണ്ടെത്തലിലേക്ക് പോകുന്നു. മറ്റൊരു വലിയ വിവാദത്തിന് ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ ഒരു കാര്യമാണിത്. ഈ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോഴുള്ളത്. ശരി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. കെ സജീഷ് കൂടി വിലയിരുത്തലുമായി. സജീഷ്, ഇപ്പോൾ ശബരിമല വിവാദം അത് കെട്ടടങ്ങുന്നില്ല, ഓരോ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോടതിയുടെ ഉത്തരവ്, കോടതിയുടെ സംശയം, അതിന്റെ തുടർച്ചയായി വരുന്ന വിവരങ്ങളാണ്. ഇതിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ആരാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് സജീഷ്? ആവർത്തിക്കാമോ സജീഷ്? ഇപ്പോൾ കോടതി സ്വമേധയാ കേസെടുക്കുന്നു ഈ ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട്. അങ്ങനെ സ്വമേധയാ കേസെടുത്ത ശേഷം വന്നിരിക്കുന്ന വിവരങ്ങൾ, അതിനെ തുടർന്ന് ഇവിടെ പ്രതിക്കൂട്ടിലാകുന്ന ഈ പറയുന്ന സ്പോൺസർ, പ്രതിക്കൂട്ടിലാകുന്ന ദേവസ്വം ബോർഡ്, ഇതിൽ യഥാർത്ഥത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ പ്രതിരോധത്തിലാകുന്നത് സജീഷ്? സ്മൃതി, ഇതിൽ അടിമുടി ദുരൂഹത തുടരുകയാണ്. ദേവസ്വം ബോർഡ് ഇതിൽ നിലവിൽ പ്രതിക്കൂട്ടിൽ തന്നെയാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി, അതായത് ഇന്നലെ ഹൈക്കോടതിയുടെ ഒരു നിർണായകമായ ഉത്തരവ് വന്നിരുന്നു. 1999 മുതൽ ഉള്ള കണക്കുകളെല്ലാം തന്നെ ക്രമക്കേടുകളോ അല്ലെങ്കിൽ അവ്യക്തതയുണ്ട്. കൃത്യമായ രീതിയിൽ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്നില്ലോ അത് മഹസർ രേഖപ്പെടുത്തുന്നതിലോ ഒന്നും തന്നെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് പ്രവർത്തനം ഉണ്ടായിട്ടില്ല. ആ രീതിയിൽ വലിയ വീഴ്ച ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ സ്പോൺസർക്ക് ഇത് കൈമാറിയത് ഈ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ശബരിമല സംബന്ധിച്ചുള്ള അവിടുത്തെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. അത്തരം ഒരു തരത്തിൽ ശബരിമലയിൽ തന്നെ ഇത്തരം അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതാണ്. അത് സ്പോൺസർ വഴി കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്തണം എന്ന് ഒരു തരത്തിലുള്ള നിയമവും അവിടെയില്ല. ദേവസ്വം ബോർഡ് മാനുവലിന് എതിരാണ് ഈ രീതിയിൽ സ്വർണ്ണപ്പാളികളോ സ്വർണ്ണപീഠമോ എല്ലാം തന്നെ അറ്റകുറ്റപ്പണികൾക്കായി സ്പോൺസറെ ഏൽപ്പിക്കുന്നത്. ആ തരത്തിലൊരു വീഴ്ച ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അങ്ങനെ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കുന്ന, രൂക്ഷ വിമർശനത്തിൽ ആക്കുന്ന ഒരു വിധിയാണ് അല്ലെങ്കിൽ ഒരു നിലപാടാണ് ഹൈക്കോടതി ഇന്നലെ അറിയിച്ചത്. മാത്രമല്ല, ഇപ്പോൾ കൂടുതൽ ദുരൂഹതമാകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. അല്പം സമയം മുമ്പ് വാസുദേവൻ പോറ്റിയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്ന കാര്യം അനുസരിച്ചാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടുതൽ കുരുക്കിലേക്ക് പോവുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ പറഞ്ഞത് വാസുദേവൻ പോറ്റിയുമായി ചേർന്ന് ശബരിമലയിൽ ഈ ദ്വാരപാലക പീഠം അറ്റകുറ്റപ്പണി നടത്തി കൊണ്ടുപോയിരുന്നു, അല്ലെങ്കിൽ പകരം ഒരു ദ്വാരപാലക പീഠം കൊണ്ടുപോയിരുന്നു. അത് അവിടെ ആപ്റ്റ് അല്ലാത്തതിനാൽ തിരിച്ചു കൊണ്ടുപോയി. പക്ഷേ ആപ്റ്റല്ലാത്തത് താൻ അറിയില്ലായിരുന്നു, അത് യോജിക്കാത്തതാണെന്ന് താൻ അറിയില്ലായിരുന്നു. താൻ വാസുദേവൻ പോറ്റി അവിടെ എത്തിച്ച് മടങ്ങുകയുണ്ടായത്. ഇത് അതിന് യോജിച്ചതല്ല എന്ന് താൻ അറിയുന്നത് ഈ വിവാദം വന്നതിന് ശേഷമാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ വാസുദേവൻ പോറ്റി ഇപ്പോൾ പറയുന്നത് ഇതടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാമായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ ഇത് കൊണ്ടുപോയത്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതുപോലെ 21-ാം തീയതി അല്ല, ഈ മാസം 21-ാം തീയതി അല്ല താൻ അത് കൊണ്ടുപോയി കൊടുത്തത്, 13-ാം തീയതിയാണ്.
ആ 13-ാം തീയതി താനത് അവരുടെ കൈവശം കൊടുത്തു. ഇത് ഇത്രയും കാലം എന്തുകൊണ്ട് മറച്ചു വെച്ച് നോക്കിയപ്പോൾ ഇവർ തന്നെ പറഞ്ഞിട്ടാണ്, അതായത് ഈ അറ്റകുറ്റപ്പണി ഇനി നടത്തണമെങ്കിൽ ഞങ്ങൾ അറിയിക്കാം, അതുവരെ നിങ്ങളുടെ കൈവശം സൂക്ഷിക്കൂ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം തൻ്റെ പക്കൽ ഇത് ഉണ്ടായത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നതിന് ഘടകവിരുദ്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ വാദങ്ങളെല്ലാം തള്ളുന്ന രീതിയിലാണ് ഇപ്പോൾ വാസുദേവൻ പോറ്റിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച മൊഴിയും വിജിലൻസ് നൽകിയിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡും ഉണ്ണികൃഷ്ണൻ പോറ്റിയും എല്ലാം തന്നെ ഇപ്പോഴും വിവാദ കുരുക്കിൽ അല്ലെങ്കിൽ പ്രതിക്കൂട്ടിൽ തന്നെയാണെന്ന് പറയേണ്ടി വരും. സ്മൃതി, സജീഷാണ് വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത്.